മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങി 17 ദിനങ്ങൾ പിന്നിടുന്നു. മാർക്കോ ഹിന്ദിയിൽ വലിയ രീതിയിൽ തരംഗമായ ചിത്രം കൂടിയാണ്. മാർക്കോ മൂന്നാമത്തെ വാരം കടക്കുമ്പോൾ ഇപ്പോൾ 10 കോടിയിലേക്ക് എത്തിയതായിട്ട് ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മാർക്കോയുടെ ഹിന്ദി കളക്ഷൻ മാത്രമാണ് 10 കോടിക്ക് മുകളിലേക്ക് എത്തുന്നത്. ആദ്യ ദിനം വെറും 20,000 രൂപയിൽ തുടങ്ങിയ ഈ ഒരു സിനിമ ആദ്യ വാരത്തിൽ നേടിയത് വെറും 29 ലക്ഷം രൂപ. പിന്നീട് നമ്മൾ കണ്ടത് ചരിത്ര മുഹൂർത്തം തന്നെയായിരുന്നു. ഓരോ ദിവസവും സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂടുന്നു, കളക്ഷൻ കൂടുന്നു. ഹിന്ദി പ്രേക്ഷകർ ഈ സിനിമയെ ഏറ്റെടുത്തു. അങ്ങനെ രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ 5,35 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പിന്നീട് നമ്മൾ തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നതും ഷോയുടെ കൗണ്ടുകൾ കൂടുന്നതും കണ്ടു. 3000-ന് മുകളിലുള്ള ഷോകൾ ഹിന്ദിയിൽ മാത്രം സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതുമാത്രമല്ല, റെക്കോർഡ് ആണ് ഒരു ദിവസം അല്ലെങ്കിൽ പിന്നീട് തുടർന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷോ കളിക്കുന്ന സിനിമയായി മാറി മാർക്കോ എന്നുള്ളത്. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നപ്പോൾ സിനിമ 3,75 ലക്ഷം രൂപയും കടന്നിരിക്കുന്നു. അത് വെറും 3 ദിവസത്തെ കളക്ഷൻ മാത്രമാണ് എന്നുള്ളതാണ് പറയാനുമുള്ളത്. ഇനിയും കിടക്കുന്നു ബാക്കി 4 ദിവസങ്ങൾ. അതായത് സിനിമ ഇന്നത്തോടുകൂടി 10 കോടിയിലേക്ക് കയറുന്നു. 9,52 ലക്ഷം രൂപയാണ് ഇതുവരെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ആ ഒരു കളക്ഷൻ. അതെ, അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ്, അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ കഴിയും. ഈ ഒരു മലയാള സിനിമ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വിജയം. 20 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷനാണ് നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന. ആദ്യ ദിനം 1 കോടിയെങ്കിലും കയറുമോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആ ഒരു കളക്ഷൻ കണ്ടപ്പോൾ 10 കോടി എത്തുമെന്ന് അവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജനങ്ങളും പറഞ്ഞു ഈ ഒരു സിനിമ. പിന്നീട് അവർ തന്നെ ടാർഗറ്റ് ഇട്ടത് 25 കോടി രൂപ എന്നുള്ളതാണ്. എന്താണേലും ഇവിടെ സിനിമ 10 കോടി എന്നുള്ള ആ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 25 കോടി എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയും കണ്ടറിയാം. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും മികച്ച ഒരു കളക്ഷനായി തന്നെ ഹിന്ദി മേഖലയിൽ നിന്ന്, അതായത് ഇതുവരെ ഉണ്ടായിരുന്നത് പൃഥ്വിരാജ് അഭിനയിച്ചിരുന്ന സിനിമയായിരുന്നു ഏറ്റവും ടോപ്പ്. അത് വെറും 43 ലക്ഷം രൂപ മാത്രമായിരുന്നു എന്നുള്ളത് ഓർത്തു നോക്കുക. അവിടെ നിന്ന് 10 കോടിയിലേക്ക് കയറുന്ന ആ ഒരു കയറ്റം, അത് തന്നെയാണ് മലയാളത്തിൻ്റെ ഏറ്റവും സന്തോഷവും അഭിമാനവും ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു സിനിമ നമുക്ക് നേടിത്തരുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.